ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC നിന്ന യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് നെപ്പോളിയനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799 1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നതും നെപ്പോളിയനെയാണ്. ഫ്രാൻസിൻ്റെ ദേശീയത ശക്തിപ്പെട്ടത് നെപ്പോളിയൻ്റെ കാലഘട്ടത്താണ്. ഫ്രാൻസിൻ്റെ ദേശീയത ശക്തീകരിക്കപ്പെട്ടത് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും നെപ്പോളിയനാണ്. അത് ഓർത്തു വയ്ക്കുക. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ട യുദ്ധമായിരുന്നു വാട്ടർലൂ യുദ്ധം. അത് 1815 നടന്നിരുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമായിരുന്നു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയായിരുന്നു സ്പാനിഷ് ആയിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു മാച്ചു പിച്ചു. അത് പെറുവിലാണ് ഉണ്ടായിരുന്നത്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു മാച്ചു പിച്ചു. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെറൂദയാണ് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളീവറാണ് തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്ന് അറിയപ്പെട്ടിരുന്നത്. ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളായിരുന്നു സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിറാണ്ട, ജോസെ ഡി സാൻ മാർട്ടിൻ. ഇവർ 3 പേരുമാണ് ലാറ്റിൻ അമേരിക്കൻ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കൾ. മിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത് 1825 1825 മിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സൈമൺ ബൊളീവറാണ് വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ചത്. എന്നാൽ അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജോസെ ഡി ഡാൻ മാർട്ടിനാണ് അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തി. ഇതിനോടൊപ്പം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ അല്ലെങ്കിൽ ലിബറേറ്റർ എന്നറിയപ്പെടുന്ന നേതാവാണ് സൈമൺ ബൊളീവർ. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ജോസെ ഡി ഡാൻ മാർട്ടിനാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ ലിബറേറ്റർ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളീവർ ആണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിനാണ്. ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിപ്ലവത്തിലേക്ക് കടക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് നോക്കാം. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരായിരുന്നു കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽസുമാണ് മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ പാർട്ടിയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ ആയിരുന്നു മെൻഷെവിക്കുകൾ. അവർ ന്യൂനപക്ഷക്കാരും ബോൾഷെവിക്കുകൾ അത് ഭൂരിപക്ഷക്കാരുമാണ്. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളുമാണ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയവരായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. എന്നാൽ ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്.
റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന വർഷം 1905. 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടന്നത്. രാഷ്ട്രീയാവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിച്ച സ്ഥലമായിരുന്നു പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡിലായിരുന്നു രാഷ്ട്രീയാവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിച്ച സ്ഥലം. 1905 ജനുവരി 9 എന്നത് ഓർത്തു വയ്ക്കുക. പെട്രോഗ്രാഡ് സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമായ സംഭവമായിരുന്നു രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ ആയിരുന്നു പെട്രോഗ്രാഡ് സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമായ സംഭവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെടുന്നത് സോവിയറ്റുകൾ എന്ന പേരിലാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങളെ അറിയപ്പെടുന്നതാണ് സോവിയറ്റുകൾ. റഷ്യൻ നിയമ നിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമ എന്ന പേരിലാണ്. റഷ്യൻ നിയമ നിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമ എന്ന പേരിലാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്നു നിക്കോളാസ് രണ്ടാമൻ. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്നു നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ വിപ്ലവകാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാർ ഒരുപാട് പേരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ടവരാണ് മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് ഇത്രയും പേരാണ് റഷ്യൻ വിപ്ലവകാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാർ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. അദ്ദേഹം റഷ്യക്കാരനാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചതാരാണ്? ജോൺ റീഡാണ്. ജോൺ റീഡാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത്. എന്നാൽ ഈ പുസ്തകത്തെ ആസ്പദമാക്കി ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി എയ്സൻസ്റ്റീൻ ആണ്. സെർഗി എയ്സൻസ്റ്റീൻ ആണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അതുപോലെ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നിശബ്ദ ചിത്രമായിരുന്നു ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. അത് സംവിധാനം ചെയ്തത് സെർഗി എയ്സൻസ്റ്റീൻ തന്നെയാണ് കേട്ടോ. അടുത്ത പ്രധാനപ്പെട്ട വിപ്ലവമായിരുന്നു ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്ത സംഭവമായിരുന്നു ഫെബ്രുവരി വിപ്ലവം. ഇത് നടന്ന വർഷം 1917 മാർച്ചിലാണ്. മാർച്ച് 1917 ഫെബ്രുവരി വിപ്ലവം നടന്നത്. റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്ത വ്യക്തിയായിരുന്നു വ്ളാഡിമർ ലെനിൻ. വ്ളാഡിമർ ലെനിനാണ് റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്ത വ്യക്തി. അടുത്ത പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം. റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം നടന്നത് 1917 നവംബറിലാണ്. സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ലെനിനായിരുന്നു. വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിച്ച വർഷം 1924. 1924 വ്യത്യസ്ത സോവിയറ്റുകൾ റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിച്ച വർഷം. അടുത്ത വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളായിരുന്നു കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ഈ 2 നയങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്ഥിരീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച നയങ്ങൾ. കറുപ്പ് വ്യാപാരം, അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളായിരുന്നു പട്ട്, തേയില, മൺപാത്രങ്ങൾ തുടങ്ങിയവ. എന്നാൽ ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി വസ്തുവായിരുന്നു കറുപ്പ്. കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങൾ ചൈനയും ബ്രിട്ടനുമാണ്. കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങൾ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തുറന്ന വാതിൽ നയമാണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു ആ 2
നയങ്ങൾ. അതിൽ രണ്ടാമത്തെ നയമാണ് തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമായിരുന്നു തുറന്ന വാതിൽ നയം. ഈ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹേ ആണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഡോക്ടർ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ നടന്ന വിപ്ലവം 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നത് 1911. ചൈനയിൽ രാജവാർഷിക അവസാനം കുറിച്ച വിപ്ലവവും 1917 ചൈനീസ് വിപ്ലവം തന്നെയാണ്. ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടിയാണ്. ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ പ്രാധാന്യം നൽകിയത് ഡോക്ടർ സൻ യാറ്റ് സെന്നാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ഡോക്ടർ സൻ യാറ്റ് സെന്നാണ്. ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചതും ചിയാങ് കൈഷക്കാണ് ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതുങ്ങാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. 1934 കമ്മ്യൂണിസ്റ്റുകാർ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാക്സ്കി മുതൽ വടക്ക് പടിഞ്ഞാറ് യെനാൻ വരെ നടന്ന യാത്രയായിരുന്നു ലോങ് മാർച്ച് ആയിരുന്നു 1934 കമ്മ്യൂണിസ്റ്റുകാർ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാക്സ്കി മുതൽ വടക്ക് പടിഞ്ഞാറ് യെനാൻ വരെ നടത്തിയ യാത്ര. ഈ ലോങ് മാർച്ചിൽ വ്യാപാരികൾ സഞ്ചരിച്ച ദൂരം 12,000 കിലോമീറ്ററാണ്. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേനയായിരുന്നു ചുവപ്പ് സേനയാണ് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേന. കുമിന്ത ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ചിയാങ് കൈഷക് രാഷ്ട്രീയാഭയം തേടിയ രാജ്യമായിരുന്നു തായ്വാനിലാണ് കുമിന്ത ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിനെ തുടർന്ന് ചിയാങ് കൈഷക് രാഷ്ട്രീയാഭയം തേടിയ രാജ്യം. ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ 1 ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം. അതുപോലെ നമ്മൾ ഒരു കലാപം കൂടി ഓർത്തു വെക്കണം. അതാണ് ബോക്സർ കലാപം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച ഒരു കലാപമായിരുന്നു ബോക്സർ കലാപം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ചൈനീസ് രാജവംശമായിരുന്നു മഞ്ചു രാജവംശം. ബോക്സർ കലാപത്തിൻ്റെ മുദ്രയായിരുന്നു ബോക്സർമാരുടെ മുഷ്ടി. അതായിരുന്നു ബോക്സർ കലാപത്തിൻ്റെ മുദ്ര. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ബോക്സർ കലാപം നടന്ന വർഷം 1900. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോയോടുകൂടി നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.